വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം അതായത് 17/5/2025 പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ നടന്നിട്ടുള്ള ഒരു ഗ്രാമസഭയിലെ ചില വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. പാവർട്ടി സെൻറ് തോമസ് സ്കൂളിലാണ് ഈ ഗ്രാമസഭ നടക്കുക മുൻപുള്ള അറിയിപ്പ് പ്രകാരം ആരോഗ്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവിടേക്ക് വരികയും പിന്നീടാണ് അവർ മൃഗാശുപത്രിക്ക് അടുത്തുള്ള സ്ഥലത്തേക്ക് മാറ്റിയതായിട്ട് അറിഞ്ഞ് അങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ ഉണ്ടായിട്ടുള്ള പോലെ കുറച്ച് അനിഷ്ട സംഭവങ്ങൾ അതിൻ്റെ അധ്യക്ഷയായിട്ടുള്ള ഗ്രാമസഭയുടെ അധ്യക്ഷയായിട്ടുള്ള പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില വീഴ്ചകളെ പറ്റി ആണ് പ്രത്യേകമായിട്ട് ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇതിനു മുമ്പ് നടന്ന ഗ്രാമസഭയിൽ ഇത്തരത്തിൽ കൺവീനറായിട്ടുള്ള അവിടുത്തെ മെമ്പറുടെയും അതുപോലെ തന്നെ അധ്യക്ഷയായിട്ടുള്ള പ്രസിഡന്റിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംസാരത്തിന് ശേഷം അവരുടെ ആശംസാ പ്രസംഗവും അതുപോലെ അനുമോദന പ്രസംഗങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കാര്യപരിപാടിയിലേക്ക് കടക്കുമ്പോൾ ഗ്രാമസഭയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ ഈ 18 വയസ്സിന് മുകളിൽ അതായത് വോട്ടവകാശമുള്ള എല്ലാ ആളുകൾക്കും ആ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള അവരുടെ വാർഡിൽ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ അവരുടെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും അത് നടപ്പാക്കാൻ ശക്തമായ രീതിയിൽ അവിടെ ഇടപെടാനുള്ള ഒരു വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിജിയുടെ ഈ ഗ്രാമങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ അവിടെ നിന്നായിരിക്കണം എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി പോലത്തെ ഒരു സംവിധാനമാണ് ഈ ഗ്രാമസഭ. സംശയങ്ങൾ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ വാർഡിലെ ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് പകരം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സമീപനമാണ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെയും അതിനു മുമ്പ് നടന്ന ഗ്രാമസഭയിലും ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് നടന്ന ഗ്രാമസഭയിൽ പാവർട്ടി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന ചില വിഷയങ്ങൾ, അതിൽ 4-ാം വാർഡിലെ മതിലുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത് പ്രിയോർ അച്ഛൻ്റെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വളരെ അഫിഡവിറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1907 ആ മതിൽ അവിടെ സ്ഥാപിച്ചതെന്നും അന്ന് മുല്ലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള രേഖകളടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഒരു വൈദികൻ എന്ന നിലയിൽ വളരെ സത്യസന്ധമായി അദ്ദേഹം അതിനെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. ആ അഫിഡവിറ്റിൽ സ്കൂൾ പണിയാനുള്ള ലൈസൻസിനോടൊപ്പം തന്നെയാണ് ചുറ്റുമതിൽ 2 എൻട്രൻസോട് കൂടി കെട്ടിയതെന്ന് പറയുന്നുണ്ട്. ഈ മതിലിനെ പറ്റി അതല്ലെങ്കിൽ ഭരണസമിതി പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തെപ്പറ്റി ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം ആ ഗ്രാമസഭയുടെ അധ്യക്ഷയായിട്ടുള്ള പ്രസിഡന്റും അതുപോലെ തന്നെ ഗ്രാമസഭയുടെ കൺവീനറായിട്ട് 4-ാം വാർഡിലെ മെമ്പറുടെയും ഉത്തരവാദിത്തമാണ്. കുറേ ഓഫറുകൾ ജനങ്ങൾ കിട്ടുമെന്ന് കുറച്ച് കോഴികളോ ആടുകളോ അതല്ലെങ്കിൽ വല്ല വേസ്റ്റ് ബിന്നുകളോ അതല്ലെങ്കിൽ മറ്റോ കൊടുത്ത് ഒരു ചായയും വടയും കഴിച്ചു പോകാനുള്ള ഒരു സംവിധാനമല്ല ഗ്രാമസഭ എന്ന് കൃത്യമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഭരണാധികാരികൾ പ്രസിഡന്റും അതുപോലെ തന്നെ മെമ്പറും അടക്കമുള്ള മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഗ്രാമസഭ എന്ന് പറയുന്നത് മഹാനായ മഹാത്മാജിയുടെ സ്വപ്നമാണ്. അത് ഗ്രാമങ്ങളിലുള്ള വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗ്രാമങ്ങളിലെ ആളുകളുടെ അത് 18 വയസ്സായ വോട്ട് ചെയ്യാൻ അധികാരമുള്ള ആളുകളുടെ എല്ലാം അവകാശങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടെ വികസനപരമായ കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് അന്തിമമായിട്ട് തീരുമാനിക്കേണ്ട ഒരു സഭയാണ് ഗ്രാമസഭ. അപ്പോൾ അതിന് വളരെ വില കുറച്ച് കാണുന്ന രീതിയിലാണ് പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായാലും മെമ്പറായാലും അതിനെ കൈകാര്യം ചെയ്തത് എന്ന് വളരെ കൃത്യമാണ്. ഇതിനു മുമ്പ് നടന്ന ഗ്രാമസഭയിൽ പാവർട്ടി സെൻട്രൽ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ 4-ാം വാർഡിലെ മതിൽ PWD കയ്യേറ്റമാണെന്ന് പറഞ്ഞു കൊടുത്തതും അത് കയ്യേറ്റമല്ലെന്നും 1907 നിർമ്മിച്ച മതിലാണെന്ന് ഹൈക്കോടതിയിൽ പ്രിയോർ അച്ഛൻ അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷവും പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ തീരുമാനം ഇതുവരെ ജനങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല. അതിൽ തന്നെ വളരെയധികം ദുരൂഹതയുള്ളതായിട്ടാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും പാവർട്ടി പെരുന്നാളിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് വിശേഷ ദിവസങ്ങളിലും സ്കൂൾ ദിവസങ്ങളിലുമെല്ലാം അനുഭവപ്പെടുന്ന വളരെ വലിയ ട്രാഫിക് ബ്ലോക്കിന് കാരണം ഈ അശാസ്ത്രീയമായ ഈ വികസനമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യേറ്റക്കാരല്ലാത്തവരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന വളരെ സങ്കടകരമായ ചില കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഭരണസമിതിയുടെ തീരുമാനം എന്താണ്? അതിൽ ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് ഹൈക്കോടതിയിലുള്ള കേസിൽ അവരുടെ വക്കീൽ അതിൽ
അവർക്ക് ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പൊതു താൽപ്പര്യ ഹർജിയിൽ ഗാലറിയിൽ വന്ന് കളി കാണുന്നൊരു ആൾ മാത്രമായിട്ട് വളരെ അത്തരത്തിൽ എത്രത്തിലാണോ ഗ്രാമസഭ പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരും വളരെ ലളിതമായിട്ട് കാണുന്നത്, അത്തരത്തിൽ തന്നെയാണ് പഞ്ചായത്തിൻ്റെ വക്കീൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അവർക്ക് കരാറുകാർക്ക് വേണ്ടിയാണോ നിശബ്ദരായിരിക്കുന്നത്, അവരിൽ നിന്ന് എന്തെങ്കിലും ഓഫർ കിട്ടിയിട്ടാണോ എന്ന് സാധാരണക്കാരുടെ ഇടയിൽ സംശയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ മുൻപ് വരുന്ന ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷമാണ് ഗ്രാമസഭയിൽ ചോദ്യോത്തര പരിപാടിയിൽ മറ്റു വിഷയങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കൂ എന്ന് കോർഡിനേറ്ററായിട്ടുള്ള അദ്ദേഹം പറയുകയും അതിനു മുമ്പത്തെ ഗ്രാമസഭയിൽ ഗ്രാമസഭ പൂർത്തീകരിക്കുന്ന മുമ്പ് അടുത്ത വാർഡിലെ ഗ്രാമസഭയുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് അന്നും ഇതേ തരത്തിൽ ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ മറുപടികളൊന്നും പറയാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാണ് ഉണ്ടായത്. അപ്പോൾ അത് ചോദ്യം ചെയ്യുകയും കോർഡിനേറ്റർ ഒപ്പിട്ട് ഗ്രാമസഭയിൽ വരുന്ന അംഗങ്ങൾ ഒപ്പിട്ട് നൽകിയാൽ ഈ മെമ്പർമാരെയും ഉദ്യോഗസ്ഥരെയും ഇത് കഴിയുന്നത് വരെ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് ഉറപ്പ് തരാൻ കോർഡിനേറ്റർക്ക് ഉറപ്പ് തരാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒപ്പിട്ട് തരാമെന്ന് ചില ആളുകൾ പറയുകയും അതിനെതിരെ പ്രസിഡന്റ് രോഷാകുലയാകുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പ്രസിഡന്റിനെ ആലോചിക്കേണ്ടത് ഇത് ഗ്രാമസഭ എന്നാൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെന്നും അത് ഗ്രാമസഭയിൽ എടുക്കുന്ന തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പഞ്ചായത്തിന് പോലും അധികാരമില്ലെന്നും നിയമപരമായ അറിവുള്ള ആളുകൾക്ക് വ്യക്തമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ കൺവീനറുടെ നേതൃത്വത്തിൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടിയാൽ 10%, അത് എത്ര വോട്ടർമാരുണ്ടോ അതിൻ്റെ 10% ആളുകൾ പങ്കെടുക്കണമെന്നാണ് അതിൻ്റെ നിയമം. ഈ 10% ആളുകൾ പങ്കെടുത്തില്ല എങ്കിൽ രണ്ടാമത് നോട്ടീസ് കൊടുത്ത് ഗ്രാമസഭ കൂടേണ്ടതും ആ ഗ്രാമസഭയിൽ ചുരുങ്ങിയത് 50 പേരെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് നിബന്ധന. അപ്പോൾ ഈ ഇപ്പം നടന്ന ഗ്രാമസഭകളിലൊന്നും തന്നെ ജനബാഹുല്യമില്ലാത്തതിൻ്റെ കാരണം ഈ ഗ്രാമസഭയെ പഞ്ചായത്ത് എത്തരത്തിലാണ് കാണുന്നതെന്നും എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. മറ്റ് പഞ്ചായത്തുകളിലെല്ലാം അടുത്ത ഇളവള്ളിയിലും മുല്ലശ്ശേരിയിലുമെല്ലാം ഗ്രാമസഭകളിൽ ജനങ്ങൾ നിറസാന്നിധ്യമായിട്ട് വരുമ്പോൾ പാവറട്ടിയിലെ ഗ്രാമസഭകളിൽ മാത്രം എന്തുകൊണ്ട് ആളുകൾ പങ്കെടുക്കുന്നില്ല എന്നതിനുള്ള ഉത്തരമാണ് ഇത്തരത്തിൽ മറുപടി ഇല്ലാതെയാവുമ്പോൾ അതല്ലെങ്കിൽ മറുപടി പറയാൻ ഭയപ്പെടുമ്പോൾ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനം വിട്ട് ഓടിപ്പോകുന്ന വിഷയങ്ങൾ, ഇത് ഒളിച്ചോട്ടം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഈ ഇത്തരത്തിൽ ഒളിച്ചോടുന്നതിനുള്ള ഭവിഷ്യത്തുകൾ ഭരണഘടനയുടെ 40ാം അനുച്ഛേദ പ്രകാരവും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ആക്ടിലെ 154ാം വകുപ്പ് പ്രകാരവും ഇത്തരത്തിൽ അധ്യക്ഷയെ ഓടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതിലെ നടപടികളെ പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നിയമത്തെപ്പറ്റി പരിജ്ഞാനമുള്ള ആളുകളാണെന്നും അവരെ ഇത്തരത്തിൽ മറുപടി ഇല്ലാതെ വരുമ്പോഴും അതിൽ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ 2 or 3 ഗ്രാമസഭകൾ സംഘടിപ്പിച്ച് ഒരേ ദിവസം തന്നെ സംഘടിപ്പിക്കുകയും അതിൻ്റെ മറവിൽ ഈ ചോദ്യോത്തരം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് ബോധിപ്പിക്കലോ അതല്ലെങ്കിൽ മുൻപത്തെ ഗ്രാമസഭയിൽ നടന്ന കാര്യങ്ങളുടെ വിശദീകരണം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അതിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത ഈ ഒരു ഉദ്ഘാടനത്തിൽ നിന്ന് മറ്റൊരു ഉദ്ഘാടനത്തിലേക്ക് ഓടുന്ന ആ ഒരു സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് മിക്കവാറും ഗ്രാമപഞ്ചായത്തുകളിൽ ജനങ്ങളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വരുന്നത്. കാരണം അവരുടെ അവകാശങ്ങളാണ് അവർ ചോദിക്കുന്നത്, ആരുടെ ഔദാര്യമല്ല. ചില മെമ്പർമാരുടെ വാക്കുകൾ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു, ഇത്ര ലക്ഷം രൂപ ഇത് ആരുടെയും വീട്ടിൽ നിർത്തി ചെയ്യുന്നതല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. നിങ്ങളും ഞാനും അടക്കമുള്ള ഓരോ ആളുകളും നമ്മളിവിടെ ചെലവഴിക്കുന്നതായിട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം മുതൽ വാങ്ങുമ്പോൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതായിട്ട് ടാക്സിൻ്റെ പൈസ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ഓരോ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിക്കാരുടെ ആളുകളാണ് ഇവിടെ ഫണ്ട് കൊണ്ടുകൊടുത്തിട്ട് വികസനം ഉണ്ടാക്കുന്നതെന്നും ചില പ്രത്യേക MLA വീട്ടിൽ നിന്നാണ് ഈ ഫണ്ട് വന്നിട്ട് ഇവിടെ വികസന പ്രവർത്തനം ഉണ്ടാകുന്നതെന്നും രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിക്കേണ്ട. ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റും അടക്കമുള്ള ഓണറേറിയം മേടിക്കുന്ന ആളുകളടക്കം ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരുടെ നികുതിപ്പണം കൊണ്ട് ഓണറേറിയം പറ്റുന്നവരാണെന്നും അതിന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ കൂടുതൽ പ്രതിബദ്ധത കാണിക്കേണ്ടതെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക.